ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ആ ബർത്ത്ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് കുറച്ചായി, പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ടൈമായിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ കൃഷ്ണേന്ദുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങളുടെ ഈ ഗ്യാങ് എന്ന് പറയുന്നത് ആദ്യമേ ചെന്നുടഞ്ഞ് കണ്ട് എല്ലാവരും കൂടെ വന്നു ഒറ്റക്കെട്ടായിട്ടുള്ളൊരു ഗ്യാങ് അല്ല. ആദ്യം ഞങ്ങൾ 6 പേരായിരുന്നു ഒരു ഗ്യാങ് എന്ന് പറയുന്നത്. പിന്നീട് അത് ഞങ്ങൾ 12 പേരായി. കാരണം 2 ഗ്യാങ് ആയിരുന്നു അത്. ആ 2 ഗ്യാങ്ങും കൂടെ ഞങ്ങൾ ഒന്നാക്കി ഇപ്പോൾ ഒറ്റ ഗ്യാങ് ആണ് ഞങ്ങൾ ഗ്യാങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു കൃഷ്ണേന്ദു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കൃഷ്ണേന്ദുവിന് ഞങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു ബർത്ത്ഡേ എന്നുള്ള രീതിക്ക് കേക്ക് മേടിച്ച് കട്ട് ചെയ്തു, അങ്ങനെ ഒരു ഇതല്ല. ആൾക്കൊരു സർപ്രൈസിങ് ആയിട്ട് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തു, ഒരു മെമ്മറബിൾ മൂമെൻ്റ് ആക്കി ഞങ്ങൾ. അതിലൊരു പ്രാങ്ക് മൂമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ആ പ്രാങ്ക് മൂമെൻറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടല്ലോ. അപ്പോൾ ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റിംഗ് ആണ്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഓൺ ഫാമിലിയാണെന്ന് വിചാരിക്കും. അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ഫാമിലീനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൃഷ്ണേന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. ജസ്റ്റ് ഒരു പ്രാങ്കിങ് ആണ് ആദ്യം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും നാസിത്തായാണ് ചെറുതായിട്ടൊന്നും പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു കപ്പ് കേക്ക് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് പ്രാങ്കിങ് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാങ്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തത് ഞങ്ങളുടെ കൃഷ്ണേന്ദുവിനെ മാത്രമായിരുന്നില്ല, ആ ഫാമിലി മെമ്പേഴ്സിനെ ഫുള്ളായിട്ടും, അതുപോലെ തന്നെ എക്സാടെക്കിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരെയും കൂടെ ഞങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക്